പഠനത്തിന്റെ ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ആദികാവ്യമായ വാൽമീകി രാമായണം വാൽമീകി മഹർഷി നമുക്ക് സമ്മാനിച്ചതാണ് എന്ന് എല്ലാവർക്കും അറിയാം. വാൽമീകി തന്റെ മനസ്സിലൊരു ആദർശ പുരുഷന്റെ ജീവചരിത്രം എഴുതുകയായിരുന്നു. ആ എഴുതിയ വാൽമീകി രാമായണം ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഗ്രന്ഥം എടുത്തു നോക്കിയാൽ 7 കാണ്ഡങ്ങളുള്ള ഗ്രന്ഥമാണ്. അതിൽ 500 സർഗങ്ങളായി അതിനെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെ 500 സർഗങ്ങളുണ്ട് വാൽമീകി രാമായണത്തിൽ. 24,000 ശ്ലോകങ്ങൾ വാൽമീകി രാമായണത്തിലുണ്ട്. 96,000 വരികളുണ്ട് വാൽമീകി രാമായണത്തിൽ. 7,68,000 അക്ഷരങ്ങളാണ് വാൽമീകി രാമായണത്തിൽ ഉള്ളത്. ഇങ്ങനെ അതിബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ആദികാവ്യമായ വാൽമീകി മഹർഷിയാൽ നമുക്ക് സമ്മാനിക്കപ്പെട്ട വാൽമീകി രാമായണം. വാൽമീകി രാമായണമാണ് ഇതിഹാസ കാവ്യങ്ങളിൽ ഒന്നാമത്തത്. നമ്മുടെ ലോക സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രി, ആദ്യത്തെ കുഞ്ഞാണ് രാമായണം. അതുകൊണ്ട് തന്നെ രാമായണം അതിവിശേഷപ്പെട്ടതാണ്. രാമായണം ആദികവിയുടെ ആദർശ പുരുഷന്റെ ജീവചരിത്രമാണ്. നരശാർദൂലനായ ശ്രീരാമഭദ്രൻ ആദർശ കഥാപാത്രമാണ്. അതുകൊണ്ട് ആ ജീവചരിത്രം വാൽമീകി മഹർഷി നമുക്ക് സമ്മാനിച്ചു. ആ സമ്മാനിക്കുന്നതിലൂടെ വാൽമീകി മഹർഷിയുടെ മനസ്സിൽ വേദതത്വമായ ധർമ്മത്തെ ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുക, വേദത്തിലെ നിരവധി ജീവിത മൂല്യങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക, അതുവഴി ധർമ്മം ചര എന്നുള്ള വേദതത്വം ലോകസമക്ഷം അവതരിപ്പിക്കുവാനായി ശ്രീരാമചന്ദ്രന്റെ ജീവചരിത്രം നമുക്ക് സമ്മാനിച്ചു. ആ സമ്മാനിച്ച ജീവചരിത്രമാണ് വാൽമീകി രാമായണം എന്നുള്ളത്. ആ രാമായണത്തെ കൂടുതൽ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.